കോഴി കോഴി എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? വ്ളോഗ്. കോഴി പാകിസ്ഥാൻ ഇന്ത്യയിലാണ് ബോംബ് ഇടുക എന്നുള്ളതാണ് കോഴി ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെവിടെ പരിപാടി നമ്മളെങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ ഗോവയിൽ സ്റ്റക്ക് ആവുമോ, ഗോവയിൽ ബോംബ് വീഴുമോ, കേരളത്തിൽ ബോംബ് വീഴുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങളിപ്പോൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. നമ്മളെ യാത്ര അയക്കാൻ വേണ്ടി 2 പേര് വന്നിട്ടുണ്ട്. ഞാൻ 2 ദിവസം പോകുന്നതിൽ സന്തോഷമാണ്. അവിടെ ചോദിക്കുന്നില്ല, ചിലപ്പോൾ സീന് മാറിയേക്കാം. അപ്പോൾ ഇനി നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് ബാക്കി അംഗങ്ങൾ കാണാം. സിറാജുദ്ദീൻ പി ചിരിക്കൂ എൻ്റെ യൂട്യൂബ് വ്ളോഗാണ് കേട്ടോ. സ്പെഷ്യൽ അപ്പിയറൻസ്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 166008. ട്രെയിൻ വന്നതും ഞങ്ങൾ പെട്ടെന്ന് തന്നെ അകത്ത് കയറി ഇരുന്നിരുന്നു, സീറ്റൊക്കെ കണ്ടുപിടിക്കേണ്ടതുകൊണ്ട്. പക്ഷേ ട്രെയിൻ അവിടെ എടുക്കാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ ആ സമയത്ത് എന്നെ ഇങ്ങനെ നോക്കി ഒരു ഫേസ് തരാതെ ചക്കി എങ്ങനെയെങ്കിലും കരയാതെ പിടിച്ച് നിന്നു പാവം. പിന്നെ ഞാനും കോഴിയും കൂടി കഥ പറഞ്ഞിരുന്ന് ഹരി കയറുമ്പോൾ 9 മണിയായി. ഹരി എവിടുത്തെ ചിക്കനാ? നിതിൻ ഹോട്ടൽ കണ്ണൂരിലെ ചിക്കനും ഹരി സ്വന്തമായി ഉണ്ടാക്കിയ ചപ്പാത്തി. ട്രെയിൻ അത്യാവശ്യം ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കേണ്ടായിരുന്നത്. 7:30ക്കാണ് കണ്ണൂർ ട്രെയിനിൻ്റെ കറക്റ്റ് സമയം. പക്ഷേ അവിടെ എത്തിയപ്പോൾ 9 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹരി അത്യാവശ്യം നല്ല പോസ്റ്റായിരുന്നു സ്റ്റേഷനിൽ. ഞാനും കോഴിയാണെങ്കിൽ പല പല പ്രാരാബ്ദങ്ങളും മനോവിഷമങ്ങളൊക്കെ പറഞ്ഞ് ട്രിപ്പിനാണ് പോകുന്നതെന്നുള്ളത് പോലും മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കൂടെയുള്ള ആളുകളൊക്കെ നേരത്തെ ഫുഡ് കഴിച്ച് അവർ കിടക്കാനുള്ളൊരു സെറ്റപ്പായ സമയത്താണ് ഹരി വന്നത്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കാമെന്ന് കരുതി അപ്പർ ബെർത്തിൽ കയറിയിരുന്നു. പിന്നെ ഒരു റീലെടുക്കാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്. പക്ഷേ അതത്ര സക്സസ് ആവാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു. 4:30ക്കായിരുന്നു നമ്മളുടെ സ്റ്റേഷനിൽ ട്രെയിനിൻ്റെ സമയം. 4 മണിയായപ്പോഴേക്കും എണീറ്റു. ഞങ്ങൾ അലാം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കറക്റ്റ് 4 മണിക്ക് തന്നെ മിതു എന്നെ വിളിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ മിതു ഞങ്ങൾ അവിടെ എത്താറായി എന്നൊക്കെ വിളിച്ചിട്ടാണ് പിന്നെ മിതു ഉറങ്ങണമെന്ന് പറഞ്ഞത്. വരെ ഉറങ്ങാതിരുന്നു. സ്നേഹത്തിന് മുന്നിൽ ഞാൻ മുട്ടുകൊത്തി പോവുകയാണ് ഗൈസ്. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേഷനായപ്പോഴേക്കും പെട്ടിയും വട്ടിയൊക്കെ എടുത്ത് ഡോറിൻ്റെ അടുത്ത് പോയി നിന്നു. അറിയാത്ത സ്ഥലമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വേർ ഈസ് മൈ ട്രെയിനിലൊക്കെ നോക്കി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇനി നമുക്ക് അവിടെ നിന്ന് ഓട്ടോയിലാണ് പോകേണ്ടത്. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നത് കുറച്ച് നേരം വെളുത്ത് വെളിച്ചമായിട്ട് പോകാം, അതൊരു സ്റ്റേഷനിൽ ഇരിക്കാമെന്നാണ്. പിന്നെ ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ എന്നെ വിളിച്ചോ, എനിക്കൊരു അരമണിക്കൂർ എടുക്കും എന്തായാലും എത്താൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങേരെ വിളിച്ച് സെറ്റാക്കി അപ്പോൾ തന്നെ പോകാനാണ് പരിപാടി. അപ്പോൾ ഇതേ സ്ഥലത്തേക്ക് സൗത്ത് ഗോവയിലേക്ക് ഞാൻ ലാസ്റ്റ് ഇയർ ഫാമിലിയുടെ കൂടെ വന്നതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ. അന്ന് സ്റ്റേ ചെയ്ത സെയിം ഹോട്ടലിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിലും കൂടിയാണ് പോക്ക്. അങ്ങനെ ട്രെയിനിനൊക്കെ യാത്രയാക്കി ഞങ്ങൾ അവിടെ ഇരുന്നു. ഞങ്ങൾ ട്രെയിനിൽ നിന്ന് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തൊരു ട്രാൻസിഷൻ റീലിൻ്റെ ഫസ്റ്റ് ക്ലിപ്പ് ഈ സ്റ്റേഷനിൽ വെച്ച് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രഹസനം തീർത്തിട്ട് പിന്നെ നമ്മൾ ഓട്ടോ ഇവിടെ ബയ്യാണല്ലോ, ആ ഓട്ടോ ബയ്യനെ വിളിക്കുകയാണ്. അപ്പോൾ കോഴിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഹിന്ദി പണ്ഡിറ്റ്. അപ്പോൾ ഈ വിളിക്കുന്നതും ഇനിയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ കോഴീൻ്റെ തലയിലാണ്. കോഴീനെ കൊണ്ട് വിളിപ്പിച്ച് അപ്പോൾ അണ്ണൻ ഇപ്പം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഹരിനൊന്ന് വഴിതെറ്റിച്ചു. സ്ട്രെയിറ്റാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് സ്ട്രെയിറ്റ് ആയിരുന്നില്ല. അവിടെ ആ സ്റ്റേഷനിലൊരു ബാൽക്കണിയിലേക്കുള്ള ഇപ്പം ആദ്യം ഒന്ന് വന്നതിൻ്റെ എല്ലാ പട്ടിഷോയും പ്രശ്നവും ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ താഴോട്ട് എടുക്കുകയാണ്. ഈ സ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റൂറലായിട്ടുള്ളൊരു സ്ഥലത്താണ്. അതിൻ്റെ പരിസരത്തൊന്നും ഒരു ഷോപ്പ് പോലും ഇല്ല, ഒരു കാട് പോലത്തെ ഒരു സ്ഥലം. വെളിച്ചമില്ല പ്രോപ്പറായിട്ട്, അതായത് റോഡിലൊന്നും വേറെ വെളിച്ചമൊന്നുമില്ല.
അപ്പോൾ ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നത് ഇലക്ഷൻ സമയത്തായതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഉദ്യോഗസ്ഥരെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ വേറെ ആരുമില്ല. അപ്പോൾ എന്തായാലും ഓട്ടോ ബയ്യ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സമയം കളയാതെ നമ്മൾ ഓട്ടോയിൽ കയറി. കറക്റ്റ് 4:30 തന്നെ ആളെത്തി കേട്ടോ. അപ്പം ഈ ബയ്യയുടെ നമ്പർ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകളാണ് ഈ നമ്പർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ പെരുമാറ്റമൊക്കെ നല്ല ഡീസൻ്റ് ആയിട്ടായിരുന്നു, ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു, കുഴപ്പമില്ല. നമുക്കൊരു ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് കിട്ടിയത്. അണ്ണാതെ വയൽ വരുന്നതല്ലേ. ഈ അണ്ണൻ്റെ ഓട്ടോയിൽ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി അണ്ണനോട് ചോദിക്കാനാണ് പോകുന്നത്. പക്ഷെ ജസ്റ്റ് ഇൻട്രോവേർട്ട് തിങ്സ് എങ്ങനെ തുടങ്ങണം എന്നറിയാതെ കോഴി കഷ്ടപ്പെടുകയാണ്. കമോൺ കോഴി. ആജ് ഫുൾ ഡേ. ഇന്ന് ഫുൾ ഡേ വേണ്ടേ? കോല ബീച്ച് അല്ല, കോല ബീച്ച്. അണ്ണന്റെ വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റുമെന്നാണ് ചോദിക്കേണ്ടത്. അതിന് കോഴി ഇവിടെ മഴ പെയ്യുന്നുണ്ടോ, പാകിസ്ഥാൻ ഇവിടെ പോകുമ്പോഴും എല്ലാം ചോദിച്ചു കഴിഞ്ഞു. അത് മാത്രം ബാക്കി അരമണിക്കൂറിന് ശേഷം വീണ്ടും ധൈര്യം വീണ്ടെടുത്ത് ചോദിക്കുന്നതാണ്. എത്ര രൂപയാവുന്നു ചോദിക്കും ഫുൾ ഡേ വരാം. അടുത്ത അരമണിക്കൂറിന് ശേഷം അടുത്ത ചോദ്യം ചോദിക്കും. നമ്മൾ ആദ്യം വഴി തെറ്റി വേറൊരു ക്രിസ്റ്റൽ ഗോവയിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് ഇത് വ്ളോഗാണ്, ആരോടാണ് ഈ പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയപ്പോൾ ഗേറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല ഇതെന്ന്. അങ്ങനെ നമ്മളിപ്പോൾ വീണ്ടും ബാലൂലും ക്രിസ്റ്റൽ ഗോവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി we will reach the right one this time. നമുക്ക് ടാക്സിക്കാരനെയും കൂടി വിളിച്ച് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് മതി. ഇത്ര ചെറിയ ദൂരത്തിന് 350. ചെക്ക് ഇൻ പ്രോസസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞങ്ങൾ താഴത്തായിരുന്നു. ഇത് വേറെ റൂമാണ്. താഴെയായിരുന്നു. ഈ റൂമിൽ എന്തൊക്കെയുള്ളതെന്ന് പറയും. ബെഡിലിരിക്കും. ഓക്കെ, അത് തുറക്കുക എന്തെങ്കിലും ഉണ്ടാവും. കാലിയാണെങ്കിൽ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ബെഡിലിരിക്കും. കുഷ്യൻ എഫക്റ്റ് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. നല്ല ബെഡാണോ? ഏത് ഡയലോഗ് കിട്ടും? വേണ്ടാത്താണെങ്കിൽ ഒഴിവാക്കിക്കോളാം. അപ്പോ ഇപ്പൊ കിട്ടും അല്ലേ? റൂം ടൂർ, റൂം എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയുണ്ട്. സന്തോഷം. നമുക്ക് വേണ്ട എസ്തെറ്റിക് സ്റ്റാൻഡാണോ ഇത്? മരക്കഷ്ണം പെയിന്റ് അടിച്ച് വെച്ചോ? ഞാൻ മിഥുനെ സ്മരിക്കുന്നു ഇത് കാണുമ്പോൾ. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഒരു കെറ്റിലുണ്ട്, പിന്നെ 2 ചെറിയ കുപ്പി മിനറൽ വാട്ടർ, പിന്നെ ചായപ്പൊടി, പഞ്ചസാര, കാപ്പിപ്പൊടിയൊക്കെ ഉണ്ട്. 2 കപ്പ്. 2 കപ്പ് നമ്മൾ 3 പേര് വരുന്നുണ്ടെന്ന് അവർക്കറിയില്ല. ഇങ്ങനെയുള്ളൊരു പ്ലേറ്റ്. അവിടെ ഒരു സൈഡ് ടേബിൾ, AC ഉണ്ട് ഗൈസ്. സച്ച് ക്യൂട്ട് മറ്റേ ക്ലോത്ത് ഹാങ്ങിങ് സാധനം. ഹരിക്ക് ഏറ്റവും ഈ റൂമിൽ ഇഷ്ടപ്പെട്ടത് ഈ മിററിന് ചുറ്റുമുള്ള ചൂടിക്കയറാണ്.
എസ്തെറ്റിക് ആയിട്ടുള്ള മിററാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഡ്രസ് ഹാങ്ങിങ് സ്ഥലമുണ്ട്. ഇനി നമുക്ക് ബാത്റൂം എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ബാത്റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂം. How is the room? പറയൂ. ഒരു വ്ളോഗിൽ വായ തുടങ്ങണമെങ്കിൽ നാളെ ആവുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മളെ ബഡ്ജറ്റിന് വലിയ തിരക്കേടില്ലാത്ത റൂമാണ് എന്ന് വിചാരിക്കുന്നു. ഇവരെ കസ്റ്റമർ സർവീസ് ഒക്കെ അനുസരിച്ച് നമ്മൾ